ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി 2 സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചായക്കടികളിലെ ഇരട്ടകൾ എന്നറിയപ്പെടുന്ന സ്നാക്സാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം, പക്ഷേ ഷേപ്പിലും ടേസ്റ്റിലും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. 2 വ്യത്യസ്തമായ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിക്കി ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാനിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള തേങ്ങ മൊത്തത്തിൽ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തെടുക്കണം. ഞാനിപ്പം 4 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതിയേ. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. ഇപ്പോൾ ഇതാ ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഫ്ലേവർ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര സമയം നമ്മളിങ്ങനെ മിക്സിങ് പരിപാടിയൊക്കെ ചെയ്തത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ നേരെ തന്നെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കുക. നമ്മളിതിന് പറയും പണ്ടം വറുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയും പണ്ടം വറുക്കുക എന്നുള്ളത്. അപ്പോൾ തേങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രിസ്പായിട്ടൊന്നും വറക്കണ്ട. ജസ്റ്റ് ഒന്ന് ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി നെയ്യും എല്ലാം കൂടി ഒന്ന് ജോയിൻ്റായി നമ്മുടെ ആ ഒരു തേങ്ങയുടെ ഒരു പച്ച ടേസ്റ്റില്ല അതൊന്നും മാറിക്കിട്ടണം. മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ തന്നെ അങ്ങനെ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറുമ്പോൾ ചെറുതായിട്ട് തേങ്ങ കളർ ചേഞ്ച് ആവാൻ വേണ്ടി തുടങ്ങും. ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സിമ്പിളാണ് കേട്ടോ പണ്ടം വറുക്കാൻ വേണ്ടിയിട്ട്. മധുരം പിന്നെ നിങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ വറുക്കുന്ന സമയത്ത് പഞ്ചസാര മെൽട്ടായി കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് നമുക്ക് മധുരം ചെക്ക് ചെയ്യാൻ പറ്റും, മനസ്സിലാവും കേട്ടോ. അങ്ങനെയാണ് നോക്കിയിട്ട് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാനൊന്നങ്ങ് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പണ്ടം വറുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ല, ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ 2 സ്നാക്കിലേക്ക് വേണ്ടുന്ന മെയിനായിട്ട് നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിലൊരു 6 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, 2ലും 2 ടൈപ്പായിട്ടാണ് കേട്ടോ വേണ്ടത്. മീൻസ് കായ് നിറച്ചൊക്കെ നമ്മൾ എത്രത്തോളം പഴുത്ത പഴം എടുക്കുന്നോ അത്രത്തോളം കായ് നിറച്ച് ടേസ്റ്റ് കൂടുകയാണ് കേട്ടോ ചെയ്യാം. പക്ഷേ ഉന്നക്കായക്ക് ഓവർ പഴുപ്പുള്ള പഴം എടുക്കാനും പാടില്ല. അപ്പോൾ ഞാനിത് 3 ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. 3 എണ്ണത്തോട് ഉന്നക്കായ 3 എണ്ണത്തോട് കായ നിറക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ 3 നല്ല പഴുത്തത് നോക്കിയിട്ട് കായ നിറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പഴുപ്പ് കുറവുള്ള മീൻസ് പഴുക്കവും വേണം, എന്നാൽ ഓവർ അങ്ങനെ തൊലി കറുപ്പില്ലേ അങ്ങനത്തത് എടുക്കുകയും വേണ്ട, ആ ഒരു രീതിക്കാണ്. അപ്പോൾ ഇതാ എടുത്തും 2ഉം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം കായ നിറച്ചിൻ്റെ പരിപാടി ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം തന്നെ നമ്മൾ കായ് നിറച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 3 നല്ല പഴുത്ത പഴമല്ലേ എടുത്ത് വെച്ചത്. ആ 3 പഴവും ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം ഒരു പഴത്തിനെ നേരെ മിഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഒരു പഴത്തിനെ 2ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ 6 പീസാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ ഒരു പഴം ഫുള്ളായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക. പക്ഷേ ഈ ഒരു സൈസിനാവുമ്പോൾ നമുക്ക് ഒരാൾക്ക് ഒരെണ്ണം കഴിക്കാൻ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു രീതിക്കാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ 6ആക്കി കട്ട് ചെയ്ത് വെച്ച പഴത്തിന് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ ചൂടാക്കി എടുക്കുന്ന എണ്ണയിലേക്ക് ഞാൻ ഇതുപോലെ പഴം ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെത് ഒരു ട്രിപ്പിൽ ഞാൻ 3 എണ്ണമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കാം. എന്നിട്ട് നല്ലൊരു ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി കേട്ടോ. ഓവർ തീ കൂട്ടി വെക്കേണ്ട, ഓവർ കുറച്ചും വെക്കേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പെട്ടെന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മളെ കായ് നിറച്ചതിൻ്റെ പഴം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിൽ തന്നെ എടുക്കുക കേട്ടോ. ഓവർ അങ്ങനെ കറുക്കുന്ന വരെ ഫ്രൈ ചെയ്യണ്ട, ഇത്രയും മതി. ഇനിയിപ്പോൾ ഇത് വേറൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കണേ, കാരണം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. അങ്ങനെ നമ്മൾ പഴം മൊത്തത്തിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പണ്ടയില്ലേ ഫില്ലിങ്, അത് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു പഴത്തിൻ്റെ മിഡിൽ പോർഷനിൽ ഞാൻ ഇതുപോലെ കത്തി കൊണ്ട് കണ്ടില്ലേ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്ന ഒരു കീറ് വെച്ച് കൊടുക്കും. അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ ഫില്ലിങ് നിറക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ മുകൾ ഭാഗത്ത് ഇതുപോലെ വരഞ്ഞിട്ട് അടിയിൽ കൂടി കീറ് വേണം കേട്ടോ, കാരണം 2 സൈഡിലുമായിട്ടാണ് നമ്മൾ ഫില്ലിങ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ അപ്പോൾ വര ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, മൊത്തത്തിൽ അങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കരുത്. മിഡിൽ മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പണ്ടയില്ലേ ഫില്ലിങ്, അത് ഇതിൻ്റെ നമ്മളിപ്പം വരഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു കീറില്ലേ ആ ഒരു വര അതിൻ്റെ ഉള്ളിൽ കൂടിയായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് വേണം കൊള്ളും കേട്ടോ. അത്യാവശ്യം ഫില്ലിങ് അതിൽ കൊള്ളും. അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. നല്ലപോലെ തന്നെ 1-2 സ്പൂൺ ആക്കിയിട്ട്
കൈ കൊണ്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ കുറച്ച് നീറ്റായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഫില്ലിങ് നിറച്ച് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വെക്കുക. എന്നിട്ട് അടിഭാഗത്തും ഞാൻ പറഞ്ഞല്ലോ കീറിങ്ങനെ വരണം എന്നുള്ളത്. എന്നിട്ട് ഈ വരയിൽ കൂടി ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കായ് നിറച്ചതിൻ്റെ പഴത്തിന് കീറിടുക എന്നുള്ളത് നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ഭാഷയാണ് കേട്ടോ. കീറിടുക എന്ന് പറയും നമ്മൾ, വരയിടുക കട്ടാക്കുന്നതിന് പറയുന്നതാണ് അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യുക. രണ്ട് സൈഡിലും വരയിട്ട് കൊടുക്കുക, അല്ല മസാല വെച്ച് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ പരിപാടി. അങ്ങനെ നമ്മുടെ കായ് നിറച്ചത് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്, കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഉന്നക്കായൻ്റെ പരിപാടി നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള 3 പഴമില്ലേനോ, അതിനെ ഞാൻ ഇതുപോലെ 3 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു പീസായിട്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് സ്റ്റീം ചെയ്തിട്ട് ഇനിയൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനു. അതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള പഴം ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ പഴം നന്നായിട്ട് സോഫ്റ്റായി കിട്ടിക്കോളും. ഏകദേശം ഒരു 8-10 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് തന്നെ നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പഴം ഇതുപോലെ തൊലി മൊത്തത്തിൽ നല്ല കളറും മാറുകയും ചെയ്യും. നല്ല കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായിട്ടും കിട്ടും കേട്ടോ. തൊലിയൊന്നും ഇളകിയ പോലെ ആയിട്ട്. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ഇത് സ്റ്റീമറിന്ന് ചൂടോടെ തന്നെ എടുത്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. കാരണം ബാക്കിയുള്ള ഇനിയത്തെ പരിപാടി ഇത് ഉടച്ചെടുക്കലൊക്കെ ചൂടോടെ തന്നെ ചെയ്യണം കേട്ടോ. എങ്കിലേ കറക്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ സ്റ്റീമറിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പഴം എടുത്ത് മൊത്തത്തിൽ തൊലി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ചൂടോടെ തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉടച്ചെടുക്കാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ, ഇത് വെച്ചിട്ടാണ്. ഇതിനെ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും, കൈ ഒട്ടും പൊള്ളുകയോ ഇല്ല. എന്നാൽ എല്ലാം നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും. ഇതാകുമ്പോൾ എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഒന്നിക്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന ആ ഒരു കുത്തമ്മിയില്ലേ, അതിനെ കൊണ്ട് കുത്തിയിട്ട് അങ്ങനെയും ചതച്ചെടുക്കാം. അല്ലെങ്കിൽ പണ്ട് മുതലേ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് അമ്മിയിൽ അരച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ പുഴുങ്ങിയ പഴത്തിന്. അങ്ങനെയും ചെയ്യട്ടെ. അമ്മിയൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഏത് രീതിക്കും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒട്ടും പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, പഴം ഉടക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കട്ട പോലെ ഉണ്ടാവുമല്ലോ, അത് ഉണ്ടാവാൻ പാടില്ല. നല്ല ഫൈനായിട്ട് സോഫ്റ്റായിട്ട് ഇതുപോലെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ മിക്സ് ആക്കുന്നുണ്ട്. കണ്ടില്ലേ, കയ്യിലിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഉരുട്ടിയിട്ട് പരത്തിയെടുത്ത് ഷേപ്പ് ചെയ്യാൻ പറ്റണം. ഇത്രയും സോഫ്റ്റായിട്ട് കിട്ടണം. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഒരു ബൗളിൽ ഞാൻ കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കയ്യിൽ നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പമുള്ള ഉന്നക്കായ വേണോ അതിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ കുഞ്ഞു ഓവർ വലുപ്പമില്ല, ഞാൻ പിന്നെ ഫോട്ടോക്ക് ഭംഗി കിട്ടാൻ വേണ്ടി കുറച്ചൊരു വലിയ സൈസ് ആക്കുന്നുണ്ട് കേട്ടോ. കാരണം നന്നൊക്കെ ചെറുതായിക്കാൻ അത്ര ഭംഗിയിട്ടില്ല, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ താല്പര്യമുള്ളതിനനുസരിച്ചിട്ട് സൈസ് കൂട്ടുകയും കുറക്കുകയോ ചെയ്യാം. അപ്പോൾ ഇത് ഓരോ ഉരുള ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. അതിലേക്ക് നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു പണ്ടയില്ല തേങ്ങയുടെ, അത് എത്രത്തോളം കഴിക്കാൻ വേണോ അതിനനുസരിച്ച് വെക്കുക. എന്നിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ചെയ്യട്ടെ. ആദ്യം ആ ഒരു ഫില്ലിങ് പുറമേ കാണാത്ത രീതിയിൽ എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്നങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഉന്നക്കായ ഉരുട്ടാനുള്ള ഈസി മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ ഈ ഒരു പോർഷൻ ഇല്ലേ, ഈ ഒരു വര വരുന്ന ആ ഒരു ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് നല്ല ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കൈ ഇങ്ങനെ വെക്കുമ്പോൾ അവിടെ ആ ഒരു ഷേപ്പായിട്ട് വരുന്ന ഭാഗമില്ലേ, അങ്ങനെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് രണ്ട് സൈഡും ഷേപ്പ് ചെയ്തെടുക്കാം. അത് മാറിപ്പോണ്ടട്ടെ, ഇതൊരു ഈസി വഴിയാണ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ചിലവർ വിരൽ കൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഈസി വഴി ഇതാണ് കേട്ടോ. ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും, ആ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട്. പിന്നെ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നക്കായയുടെ പഴം നന്നായിട്ടില്ലെങ്കിൽ ഉന്നക്കായ നന്നായിട്ട് കിട്ടില്ല. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ.
അങ്ങനെ ഇതാ നമ്മുടെ ഒരു ഉന്നക്കായി റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് റെഡിയാകും കേട്ടോ. ഞാനിതിപ്പം വീഡിയോക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് ഇത്രയും ടൈം എടുത്തിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ലേ. ഈ ഒരു 2 സൈഡും ഇതുപോലെ കൂർത്തിട്ടിരിക്കണം. അതാണ് കേട്ടോ ഉന്നക്കായുടെ ആ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ഉന്നക്കായി മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ല. എല്ലാം നല്ല മുഞ്ചിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പഴം നന്നായി കഴിഞ്ഞാൽ നമ്മുടെ ഉന്നക്കായി അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഓവർ പച്ചപ്പഴം എടുക്കേണ്ട, എന്നാലും ഓവർ പഴുത്തങ്ങ് അലിഞ്ഞ പഴം എടുക്കേണ്ട, ഒരു പാകത്തിന് പഴുപ്പുള്ള പഴം തന്നെ എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് പരിപാടിയിൽ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഞാൻ ഓരോരോ ഉന്നക്കായ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു 3 എണ്ണമാണ് കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഉന്നക്കായ എന്ന് പറയുന്നത് നമ്മുടെ ചായക്കടികളിൽ തന്നെ അത്രയും മൊഞ്ചുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിന് ഓവറങ്ങ് കരിയിച്ചിട്ട് അതിൻ്റെ ഭംഗി കളയരുത് കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കണം. എങ്കിലേ നമുക്ക് അത് സെർവ് ചെയ്ത് വെച്ച് കൊടുത്താലൊക്കെ അതിൻ്റെതായ ഒരു ഒറിജിനൽ മൊഞ്ച് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഈ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതിയേ. അങ്ങനെ നമ്മുടെ ഉന്നക്കായും കായ നിറച്ച് ഞാൻ സെർവ് ചെയ്ത് മൊത്തത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ, അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഐറ്റം തന്നെ കേട്ടോ. ഇത് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അത്ര ലെങ്തി ആയിട്ട് തോന്നുന്നതാണ്. എല്ലാം ഒരേ ഇൻഗ്രീഡിയൻസ് ആണ്, പക്ഷേ ഷേപ്പിലേ വ്യത്യാസമുള്ളൂ, അതുപോലെ തന്നെ ടേസ്റ്റിലും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടാവും അതെന്താ അങ്ങനെ വന്നതെന്നുള്ളത്. എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. കാരണം ഒരേ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും നല്ല ടേസ്റ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്